ഹലോ എവരിവൺ, അസ്സലാമു അലൈക്കും. നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ചിക്കൻ ഗ്രേവി റെസിപ്പി വീഡിയോയുമായിട്ടാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക കേട്ടോ. ഗ്രേവി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ എടുത്തിട്ടുള്ളത് 1 കിലോ ചിക്കനാണ്. ചിക്കൻ ഞാനിവിടെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെള്ളമെല്ലാം ഊറ്റി വെച്ചിട്ടുണ്ട്. ഇനി ആദ്യം തന്നെ നമ്മൾ ഈ ചിക്കൻ ഒന്ന് മസാല ഒന്ന് തേച്ച് പിടിപ്പിച്ച് വെക്കുന്നുണ്ട് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ചിക്കനിലോട്ട് 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 15 മിനിറ്റ് ഒന്ന് വെക്കുന്നുണ്ട് കേട്ടോ. അത് മസാലയ്ക്കൊന്ന് ചിക്കനിലേക്കൊന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ആ ചിക്കനിൽ മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട്. ഇതൊരു 15 മിനിറ്റ് വരെ നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള ആവശ്യമുള്ള വെജിറ്റബിൾസൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഗ്രേവി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിതിലേക്ക് 5 മീഡിയം സൈസുള്ള സവാളയാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ ഒരു 4 മീഡിയം സൈസുള്ള തക്കാളിയും ഒരു 8-9 പച്ചമുളകും ചെറിയ 2 പീസ് ഇഞ്ചിയും 2 ബൾബ് വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ ഇഞ്ചിയും ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് വരാം. വെജിറ്റബിൾസ് എല്ലാം ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 4 ടൊമാറ്റോ എടുത്തതിൽ 2 ടൊമാറ്റോ ഇതുപോലെ ജ്യൂസാക്കി അടിച്ചെടുത്തിട്ടുണ്ട്. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് 3 കൂടി ഒരുമിച്ച് ഒന്ന് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. സവാളയും ടൊമാറ്റോയും ഇതുപോലെ ചെറിയ ചെറിയ പീസായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്ക് ഗ്രേവി തയ്യാറാക്കാൻ വേണ്ടി തുടങ്ങാം. ഗ്രേവി തയ്യാറാക്കുന്നത് ഞാൻ ഈ ഉരുളിയിലാണ്. ഉരുളി ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. കുറച്ചധികം തന്നെ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ആദ്യം തന്നെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് മസാലയൊക്കെ തേച്ച് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള ചിക്കനാണ് ഇട്ട് കൊടുക്കുന്നത്. ചിക്കൻ ജസ്റ്റ് ഒന്ന് പൊരിച്ചെടുക്കണം. നന്നായിട്ട് ക്രിസ്പി ആയിട്ട് പൊരിച്ചെടുക്കുന്നില്ല. ഒന്ന് തിരിച്ച് മറിച്ചിട്ടിട്ട് ജസ്റ്റ് ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ചിക്കന് കുറച്ചായിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു ഭാഗം ഒന്ന് റെഡിയായി വരുമ്പോൾ ജസ്റ്റ് ഒന്ന് സോഫ്റ്റായി വരുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. തിരിച്ചിട്ട് കൊടുത്ത് കുറച്ചൊന്ന് വേവിച്ചെടുത്തതിന് ശേഷം അത് ഞാൻ ചട്ടിയിൽ നിന്ന് കോരി മാറ്റുകയാണ് കേട്ടോ ചെയ്യുന്നത്. അധികം ഓവറായിട്ട് ക്രിസ്പി, സാധാരണ ചിക്കൻ പൊരിക്കണ പോലെ ഓവറായിട്ട് ക്രിസ്പി ആയിട്ട് എടുക്കുന്നില്ല. ജസ്റ്റ് തിരിച്ചു മറിച്ചൊന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഫസ്റ്റ് ബാച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനതൊന്ന് എണ്ണയിൽ നിന്നും കോരി മാറ്റുകയാണ്. അതുപോലെ തന്നെ സെക്കൻഡ് ബാച്ചും ചെയ്തെടുക്കുന്നുണ്ട്. ഒന്ന് തിരിച്ചു മറിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ചിക്കൻ മൊത്തമായിട്ട് നമ്മളിവിടെ പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആ സെയിം എണ്ണയിലേക്ക് തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാളയാണ് ഇട്ട് കൊടുക്കുന്നത്. സവാള പെട്ടെന്നൊന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട്
കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ സവാള നന്നായിട്ടൊന്ന് സോഫ്റ്റായി നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം. നല്ല സോഫ്റ്റായി കിട്ടണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. സവാള എല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്, നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ആണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറി ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത്. ആദ്യം തന്നെ ഒരു 2.5 ടീസ്പൂൺ മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇത് നല്ല എരിവുള്ള സാധാ മുളക് പൊടിയാണ്. കാശ്മീരി ചില്ലി ആണെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. പിന്നെ വേണ്ടത് ഒരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. പിന്നെ ഒരു 4 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് മസാലപ്പൊടികളൊക്കെ നന്നായി ഈ സമയത്ത് ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കുക. മസാലപ്പൊടികളൊന്ന് കരിഞ്ഞ് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. മസാലപ്പൊടികളും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തക്കാളി ഒന്ന് വേവിച്ചെടുക്കണം. തക്കാളി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തയ്യാറാക്കി വെച്ചിട്ടുള്ള തക്കാളി ജ്യൂസാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഇത് 2 തക്കാളി വെച്ചിട്ടാണ് തക്കാളി ജ്യൂസ് തയ്യാറാക്കിയിട്ടുള്ളത്. ഇത് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ ഗ്രേവിക്ക് കുറച്ചൊരു കട്ടി, ഒരു തിക്കായിട്ടുള്ളൊരു ഗ്രേവി ആയിരിക്കും ഉണ്ടാവുക. അതിന് കൂടെ തന്നെ ഞാനതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 3/4 കപ്പോളം വെള്ളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം നമ്മൾ ഇതിലേക്ക് ചിക്കൻ ഇടുമ്പോൾ ചിക്കൻ ഒന്ന് വെന്ത് കിട്ടണം. ചിക്കൻ ഹാഫ് വേവായിട്ടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 3/4 കപ്പ്, ഒരു കപ്പ് വരെ ആവാട്ടോ, ഒരു 3/4 കപ്പ് വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ചധികം കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ മല്ലിയില എൻ്റെ കയ്യിലില്ല, അതുകൊണ്ടാണ് മല്ലിയില ചേർത്ത് കൊടുക്കാത്തത്. മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയിലയും ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടത് ഉപ്പാണ്. ഈ സമയത്ത് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഉപ്പ് നോക്കിയിട്ട് ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ പൊരിച്ച് വെച്ചിട്ടുള്ള ചിക്കനും കൂടി ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ചിക്കന് ഗ്രേവി അതിൽ കിടന്നിട്ടൊന്ന് ഒന്ന് വെന്ത് കിട്ടണം. എന്നാൽ അതിൻ്റെ മസാലയും എല്ലാം ചിക്കനിലോട്ടും കൂടി ഒന്ന് പിടിക്കുള്ളൂ. ചിക്കൻ്റെ ആ ഫ്ലേവർ നമ്മുടെ മസാലയിലേക്കും ഒന്ന് ഇറങ്ങി കിട്ടുള്ളൂ. അപ്പോൾ ഇതൊന്ന് അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുറച്ച് സമയം ഒന്ന് വേവിച്ചെടുക്കണം. എന്നാലും ചിക്കൻ നന്നായിട്ട് സോഫ്റ്റായി കിട്ടുള്ളൂ കേട്ടോ. ഇപ്പോൾ ചിക്കൻ നന്നായിട്ട് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ അതുപോലെ ചെറുതായിട്ടൊന്ന് തിള വരുമ്പോൾ അതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ചിക്കൻ ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ്. ചിക്കനൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ചപ്പാത്തിൻ്റെ കൂടെ ആണെങ്കിലും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാനൊക്കെ അടിപൊളിയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്തായാലും ഒന്ന് വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കുക. എല്ലാവർക്കും ഇഷ്ടമാവും. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും. താങ്ക് യു.